welcome back to another skincare adventure. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസ് ആണ്. ആക്നെ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഫേസിലും ഷോൾഡറിലും ബാക്കിലും ചെസ്റ്റിലൊക്കെ വരുന്ന ഒരു കോമൺ സ്കിൻ കണ്ടീഷനാണ്. പക്ഷേ അത് കോമൺ ആയിട്ടുള്ള സ്കിൻ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് മിക്കപ്പോഴും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് നമ്മൾ റെഡിയായി നിൽക്കുമ്പോൾ ആയിരിക്കും അല്ലെ രാവിലെ എണീക്കുമ്പോൾ ഫേസിൽ ഒരു പിമ്പിൾ വരുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടി പോകുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് കൊണ്ടായിരിക്കും നമുക്ക് ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസ് വരുന്നത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ, അപ്പോൾ ആക്നെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മുടെ ഓവറായിട്ട് സിബം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ സെൽസും ബാക്ടീരിയ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഫേസിൽ ആക്നെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പിമ്പിൾസ് ഉണ്ടാകുന്നത്. ഇനി ആക്നെ ട്രിഗർ ചെയ്യുന്ന 5 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ, അതിലൊന്നാമത്തെ കാര്യമാണ് ഓയിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ടു മച്ച് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ആ ഓയിലും ബാക്ടീരിയ എല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ ഒരു ആക്നെ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഡെഡ് സ്കിൻ സെൽസ് ബിൽഡപ്പായി വരുന്നത്. അതായത് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആഴ്ചയിൽ അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 വട്ടം എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ ഡെഡ് സ്കിൻ സെൽസ് ബിൽഡപ്പായിട്ട് അതും ബാക്ടീരിയയും കൂടെ ചേർന്നിട്ട് ആക്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഫേസിലുള്ള പി ആക്നസ് ബാക്ടീരിയ നമ്മുടെ ഫേസിലുള്ള ഓയിലും അതുപോലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഫീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ മുഖത്ത് ഇൻഫ്ലമേഷനും റെഡ് പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നാലാമത്തെ കാര്യമാണ് ഹോർമോണൽ ഇൻബാലൻസ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് കാണുന്നത് ടീനേജേഴ്സിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്ത്, അതുപോലെ PCOS പോലുള്ള കണ്ടീഷനുള്ള ആൾക്കാരിലൊക്കെ ഈ ഹോർമോൺസ് മൈൻഡ് ട്രിഗർ ചെയ്തിട്ട് ആക്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അഞ്ചാമത്തെ കാര്യമാണ് ഡയറ്റും ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചില ഫുഡുകൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് ആക്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്സ്, ഈവൻ നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ നിന്ന് വരെ നിങ്ങൾക്ക് ആക്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ആക്നെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ സൊല്യൂഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയാണ്ടാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ ആക്നെ ഉണ്ടാക്കാനുള്ള കാരണമാവും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒരിക്കലും നിങ്ങളുടെ ഫേസ് ഓവർ വാഷ് ചെയ്യരുത്. അത് നിങ്ങൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഒരു ദിവസത്തിൽ 2 വട്ടം മാത്രമേ ഫേസ് വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഓവർ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഓവറായിട്ട് ഓയിലും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആക്നെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് പിമ്പിൾസ് കുത്തിപ്പൊട്ടിക്കുക എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് ചെയ്യുന്നത് തന്നെ ബാക്ടീരിയ സ്പ്രെഡ് ആവുകയും അത് പിമ്പിൾസ് ഉണ്ടായി തന്നെ അത് കുറച്ചുകൂടെ വേഴ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിലും അത് ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഇൻഗ്രീഡിയൻസ് മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പം പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ സാലിസിലിക് ആസിഡ്, ബെൻസോയിൽ പെറോക്സൈഡ് പോലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയ പ്രോഡക്ട്സാണ് യൂസ് ആക്കാനായിട്ട്. ഇപ്പം ബെൻസോയിൽ പെറോക്സൈഡും റെറ്റിനോളും കൂടെ ചേർന്നൊരു പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് എന്തായാലും നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ യൂസ് ആക്കാണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ചിന്തിക്കും ഓയിലി സ്കിന്നുള്ള ആൾക്കാരല്ലേ, നമ്മുടെ സ്കിന്നിന് ആവശ്യത്തിലധികം ഹൈഡ്രേഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് മോയ്സ്ചറൈസർ യൂസ് ആക്കാണ്ടാകുന്നത്. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെ ചെയ്ത് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആക്നെ ഫൈറ്റിംഗ് സ്കിൻ കെയർ റുട്ടീൻ വേണം എന്നുള്ളതാണ്. അത് ഞാൻ ഓയിലി സ്കിന്നിന് പറ്റിയതും അതിന് പറ്റിയ പ്രോഡക്ട്സും ഡ്രൈ സ്കിന്നിന് പറ്റിയ സ്കിൻ കെയർ റുട്ടീനും അതിന് പറ്റിയ പ്രോഡക്ട്സ് ഒക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. എന്നാൽ കൂടി ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ജെന്റിൽ ക്ലെൻസർ വേണം, ഒരു ഹൈഡ്രേറ്റിംഗ് ടോണർ വേണം, അതുപോലെ മോയ്സ്ചറൈസർ വേണം, സൺസ്ക്രീൻ വേണം. ഇനി നിങ്ങൾക്ക് രാത്രിയിൽ ഇപ്പോൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അതായത് സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് അടങ്ങിയിട്ടുള്ള ക്രീംസ് അപ്പോൾ ഡ്രഗ് സ്റ്റോഴ്സിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് നിങ്ങൾക്ക് ഇട്ടിട്ട് കിടക്കാം. പിന്നെ ടീ ട്രീ ഓയിൽ ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ഗ്രീൻ ടീ ഒന്നിൽ ഇൻടേക്ക് ചെയ്യാം, അതും നല്ലൊരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള പിമ്പിൾസ് ഉള്ള അതിന് നിങ്ങൾക്ക് ചില ഹോം റെമഡീസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ തേനും സിനമണും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാസ്ക് ഉണ്ടാക്കിയിടാം. പിന്നെ സ്പോട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗ്രീൻ ടീ അല്ല ടീ ട്രീ ഓയിൽ യൂസ് ആക്കാം. പിന്നെ ഗ്രീൻ ടീ ഫേസിൽ യൂസ് ആക്കാം.
പിന്നെ അതുപോലെ തന്നെ സിങ്ക് സപ്ലിമെന്റ്സ് എടുക്കാം. അതുപോലെ മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അലോവേര യൂസ് ആക്കാം. പിന്നെ ഫിഷ് ഓയിൽ സപ്ലിമെന്റ്സ് എടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ വേഴ്സ് ആയിട്ടുള്ള ആക്നെ ആണെങ്കിൽ എന്തായാലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് എന്താച്ചാൽ എടുക്കുക. അപ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഫുഡിന്റെ കാര്യം വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഡയറി പ്രോഡക്ട്സ്, അത് മിൽക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ നോക്കുക. കാരണം അതുകൊണ്ടിട്ടും നിങ്ങൾക്ക് ആക്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അമിതമായിട്ട് ഷുഗർ ഉപയോഗിക്കാണ്ടിരിക്കുക. പറ്റുമെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫേസ് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഹെയറും ശ്രദ്ധിക്കാൻ നോക്കുക. കാരണം ഹെയറിലുള്ള ഓയിൽ കൊണ്ടിട്ടും ഹെയറിലെ ഓയിൽ നിങ്ങളുടെ ഫേസിലേക്ക് അല്ലെങ്കിൽ ഇറങ്ങിയിട്ടും ആക്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബെഡ്ഷീറ്റ്, തലയണ, പില്ലോ കേസ് ആഴ്ചയിൽ 2-3 വട്ടമെങ്കിലും മാറ്റാൻ നോക്കുക. കാരണം അതിലും ബാക്ടീരിയാസ് ഉണ്ട്, അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ആക്നെ വരും. പിന്നെ നമ്മൾ മിക്ക ആൾക്കാരും സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കാനായിട്ട് നോക്കുക. ഇപ്പം നമ്മൾ ഫേസ് വാഷ് കൊണ്ട് ടോയ്ലറ്റിൽ വെക്കും കുറച്ച് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിലും ബാക്ടീരിയ ഒക്കെ കയറിയിട്ട് നിങ്ങൾക്ക് ഫേസിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് യോഗ, എക്സസൈസ്, മെഡിറ്റേഷൻ പോലുള്ളതൊക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് മാത്രം യൂസ് ആക്കാൻ നോക്കുക. ഒരുപാട് മേക്കപ്പ് ഒന്നും വലിച്ചു വാരി ഇടാണ്ടിരിക്കുക. പിന്നെ എപ്പോഴും നിങ്ങളുടെ ഫേസിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീനും ക്ലീൻ ആക്കി വെക്കാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഓയിൽ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും യൂസ് ആക്കാണ്ടിരിക്കാനായിട്ട് നോക്കുക. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഏകദേശം കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻസിൽ ചോദിക്കുക. പിന്നെ ഇപ്പം നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്സ് എന്താണെന്നും പറയാനായിട്ട് മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മോർ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.